പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ദരിദ്രനാമം ഇന്ന് ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് ദൈവപാദപീഠത്തിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന നല്ല ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവസ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കി, ദൈവകരുണയുടെ, ദൈവത്തിൻ്റെ ധനമാഹാത്മ്യത്തിൻ്റെ ആ ശ്രേഷ്ഠത മനസ്സിലാക്കി, ദൈവവചനത്തിൻ്റെ ആ വിശുദ്ധിയും ദൈവവചനത്തിൻ്റെ ശക്തിയും മനസ്സിലാക്കി വചനം കേൾക്കുവാൻ ദൈവപാദപീഠത്തിലേക്കായിരിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്ന യേശു കർത്താവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനങ്ങളെ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ദിവസത്തെ വചനധ്യാനത്തിലേക്ക് പ്രാർത്ഥനയോടുകൂടി നമുക്ക് കടന്നു വരാം. ആധാരമായി എബ്രായ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 36-ാമത്തെ വാക്യം വായിച്ചു കേൾപ്പിക്കുന്നു. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഹല്ലേലൂയ. അതേ, നമുക്ക് സുപരിചിതമായ ഒരു ദൈവവചനമാണ്, എപ്പോഴും കേൾക്കുന്ന ദൈവവചനമാണ്. പക്ഷേ എബ്രായ ലേഖനത്തിൽ ഇത് ആ വാക്യം ഒരു ഭാഗം ഒറ്റ വാചകം മാത്രം അടർത്തിയെടുത്തിരിക്കുന്ന, ഒന്നുകൂടെ പറഞ്ഞാൽ 10-ാം നൂറ്റാണ്ടിലാണ് അധ്യായങ്ങളും വാക്യങ്ങളും ഒക്കെ ആയിട്ട് തിരിച്ചത്. അത് സൗകര്യത്തിന് വേണ്ടിയാണ്. അതിനു മുമ്പ് ഒറ്റ ബുക്കായിരുന്നല്ലോ. അധ്യായങ്ങളും വാക്യങ്ങളും തിരിക്കുന്നതിന് മുമ്പ് ഒറ്റ ഒരു പുസ്തകമായിരുന്നു. അതിനകത്ത് നിന്ന് ഇതിന് മുമ്പും പിമ്പും എഴുതുമ്പം ഇതിൻ്റെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, സഭ ക്രൂരമായ പീഡനയിൽ കൂടെ കടന്നു പോകുമ്പോൾ, ദൈവജനം പീഡനത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ സമ്പത്തുകളുടെ അപഹാരം അവർ സന്തോഷത്തോടെ സഹിച്ചു. പീഡനങ്ങൾ ഒന്ന് പുറകെ ഒന്നായിട്ടപ്പോൾ അതെല്ലാം സഹിച്ച് നിത്യതയെ നോക്കിക്കൊണ്ട്, ദൈവരാജ്യത്തിൽ തങ്ങളുടെ നിക്ഷേപം വലുതാണെന്ന് നോക്കിക്കൊണ്ട്, ആ നിത്യതയെ നോക്കിക്കൊണ്ട് അതെല്ലാം സഹിച്ചിട്ട് സന്തോഷിക്കുന്ന ദൈവജനത്തെ ഉറപ്പിക്കുന്ന വാക്കാ പറയുന്നത് സഹിഷ്ണുതയോടെ. സഹിഷ്ണുത എന്ന് പറഞ്ഞാൽ അത് പേഷ്യൻസ്, കാത്തിരിപ്പ്, വേദനയോടെയുള്ള കാത്തിരിപ്പിന് സഹിഷ്ണുത എന്ന് പറയാം. ഒരു ബസ് വരാൻ കാത്തു നിൽക്കുമ്പോൾ അത് 10:20 വരേണ്ട ബസ് 10:25, അതൊരു മുഷിപ്പില്ലാതെ 10:20 വരണം. 10:25 വന്നില്ല. 10:30, 10:40, 11 മണി, അതൊരു മുഷിപ്പില്ല. പിന്നെ അങ്ങോട്ട് മുഷിഞ്ഞ് കാത്തിരിക്കും. ഇത് വരും എന്ന് പറഞ്ഞ് അതിനു വേണ്ടി കാത്തിരിക്കും. അങ്ങനെ കാത്തിരിക്കുമ്പോൾ എവിടുന്നെങ്കിലും ഒരറിയിപ്പ് കിട്ടുകയാണ്, എത്ര വൈകിയാലും വരും, എന്തോ റോഡ് പണി നടക്കുകയാണ്, അല്ലെങ്കിൽ റോഡ് ബ്ലോക്കാണ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷം പോലെ. ഇങ്ങനൊരു വാക്തത്വം പഴയ നിയമത്തിനകത്തു അതേ ദർശനത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഹബക്കൂക്ക് പറയുന്നു, ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു, സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. അത് വരും നിശ്ചയം, വൈകിയാലും അത് വരും നിശ്ചയം, സമയം തെറ്റുകയില്ല. വൈകിയാലും അത് വരും നിശ്ചയം, അതിനായി കാത്തിരിക്കുക. അവിടെ എഴുതിയിരിക്കുന്ന പേഷ്യൻസ്, അതിൻ്റെ പേരാ സഹിഷ്ണുത എന്ന് പറയുന്നത്. വാക്തത്വം തന്നിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടി ഒരു കാത്തിരിപ്പുണ്ട്. അത് വേദനയുടെ കാത്തിരിപ്പാ, അത് മുഷിപ്പിൻ്റെ കാത്തിരിപ്പാ. അത് ആ വാക്തത്വത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. വാക്തത്വം മുമ്പേ പറഞ്ഞതുപോലെ, ഒരു ബസ് ലേറ്റ് ആകുമെന്ന് കേട്ടിട്ട് ബസ് ഇല്ല എന്ന് പറഞ്ഞ് കയറി പോകാൻ തുടങ്ങുമ്പോൾ, ഇനി വരികയില്ലെന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ, ഇല്ല ആ റോഡ് ബ്ലോക്ക് ആയിരുന്നു, നീ കാത്തു നിന്ന് ആ ബസ് വരുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം പോലെ വാക്തത്വത്തെ, അത് ഹബക്കൂക്ക് പറയുന്നത് ദർശനത്തിന് അവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയില്ല, വൈകിയാലും അത് വരും. അതിനായി കാത്തിരിക്കുക. അവിടെ ഒരു പേഷ്യൻസ് ഉണ്ട്. നീ വൈകിയാലും അത് വരും. സാധാരണ ഒരു മാനുഷിക ടെക്നിക്കൽ എറർ പറഞ്ഞ്, മാനുഷിക കരം പറയുന്ന പോലെ ഇത് റീപ്ലേസ് ചെയ്യുന്ന, ക്യാൻസൽ ചെയ്യുന്ന ഇടപാടല്ല. ഇത് വരും. കുഞ്ഞൻ, നിനക്കൊരു ദർശനമുണ്ടോ, ആ ഒരു സ്വപ്നമുണ്ടോ, അത് വരും നിശ്ചയം. അത് നിശ്ചയമായിട്ട് കിട്ടും. ഇവിടെ എബ്രായ ലേഖന കർത്താവ് പറയുന്നു, വേദന അനുഭവിക്കുന്ന അതേ സഹന ശക്തിയുള്ള, സഹിക്കുന്ന അതേ പീഡനത്തിൽ കൂടി കടന്നു പോകുന്ന ദൈവജനത്തോട് പറയുക, ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നീ പീഡനത്തിൽ കൂടെ, സഭാപീഡനത്തിൽ കൂടി കടന്നുപോയതുപോലെ ക്രൂരന്മാരായ റോമൻ ഭരണാധികാരികളായ നീറോയും വെസ്പേഷ്യനും അതേ ഡൊമിനീഷ്യനും ഒക്കെ ആക്രമിക്കപ്പെട്ടപ്പോൾ അവരാലൊക്കെ ഈ സഭ പീഡനത്തിൽ കൂടി കടന്നു പോയപ്പോൾ ട്രോജനും ഇതുപോലുള്ള ക്രൂരന്മാരായ പീഡനത്തിൽ കൂടെ കടന്നുപോയപ്പോൾ നിന്ന വിശ്വാസികളെ നോക്കിയിട്ടാ പറയുന്നത്, വാക്തത്വം ദൈവേഷ്ടം ചെയ്ത് വാക്തത്വം പ്രാപിപ്പാൻ സഹിഷ്ണുത ഏറെ ആവശ്യം. ഈ വചനം ഇന്ന് പ്രഭാതത്തിൽ നീ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, എനിക്കറിയാം സഭാ പീഡനം നടക്കുന്നില്ല നോർത്ത് ഇന്ത്യയിലോ മറ്റു ഭാഗങ്ങളിൽ ഒഴിച്ചാൽ, ചെറിയ നാമമാത്ര വിരലെണ്ണാവുന്ന സഭാ പീഡനങ്ങൾ കഴിഞ്ഞാൽ ബാക്കി സഭാ പീഡനം, സഭയൊരു പീഡന കാലഘട്ടത്തിൽ കൂടി അല്ല കടന്നു പോകുന്നതെങ്കിലും ഈ വചനം കുഞ്ഞെ നീ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഇന്ന് രാത്രി
രാത്രി ഈ പ്രഭാതത്തിൽ ഈ കേൾക്കുന്ന സമയത്ത് നിന്നോടൊന്ന് പറയട്ടെ, നിന്നെ പുച്ഛിക്കുകയും നിന്നെ തള്ളിക്കളയുകയും നിന്നെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അതിൻ്റെ നടുവിൽ നീ മനസ്സിലാക്കണം, നിന്റെ വാക്തത്വത്തിന്റെ സമയമായി. എവിടെയെങ്കിലും നീ ഒറ്റപ്പെടുന്ന വേദന അനുഭവിക്കുന്നുണ്ടോ, അവിടെ നീ അറിഞ്ഞോ നിന്റെ വാക്തത്വത്തിന്റെ സമയമായി. കർത്താവ് പറയുന്നു, മിസ്രയീമിൽ ഇസ്രായേൽ ജനത്തിന്റെ, എൻ്റെ ജനത്തിന്റെ കഷ്ടത കണ്ടു, അവരുടെ നിലവിളി കേട്ടു. ആ കേട്ടു മോശയെ അയക്കുമ്പം പെട്ടെന്നൊരു റിലീഫ് അല്ല, ആ വിടുവിക്കാൻ പോകുന്നതിന് തൊട്ടു മുമ്പ് ഒരു നിലവിളിയും ഇരട്ടി ജോലിയും. അവിടെ എഴുതിയിരിക്കുന്നു, ഊഴിയ വിചാരകന്മാരുടെ കഠിനത നിമിത്തം അവരടിച്ചു. ഇനി നാളെ തൊട്ട് വൈക്കോലില്ല, ഇഷ്ടികയുടെ എണ്ണം കുറയരുതെന്ന് പറഞ്ഞപ്പോൾ ഊഴിയ വിചാരകന്മാരാൽ അവരെ അടിക്കപ്പെട്ടു, ഇസ്രായേൽ ജനം അടിക്കപ്പെട്ടു. കുഞ്ഞെ, ഈ കഷ്ടത ഏറ്റവും കൂടുകയും ഒറ്റപ്പെടൽ ഏറ്റവും കൂടുകയും നിന്നെ പുച്ഛിക്കുകയും നിന്നെ തള്ളുകയും നിന്നെ വലച്ചു കളയുകയും, അത് ഒരുമാതിരി വലച്ചു കളഞ്ഞ് നിലത്തിഴയ്ക്കുന്നത് പോലെ നിന്റെ ഹൃദയത്തെ ഉഴലുന്ന ഒരു അനുഭവമുണ്ടോ? വിശ്വസിച്ചോ, നിന്റെ വാക്തത്വം തീരത്താണ്. ഒന്നുകൂടി പറഞ്ഞാൽ, ഏറ്റവും വലിയ വാക്തത്വമായ ലോക സംഭവങ്ങളിലേക്ക് നോക്കുമ്പോൾ, യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പവും നടക്കുമ്പോൾ ഒന്നറിയണം, നിന്റെ നമ്മുടെ പ്രാണപ്രിയന്റെ ആ ശബ്ദം മധ്യാകാശത്തിൽ കേൾക്കാൻ പോവുക. അതിന്റെ കാലം ഏറ്റവും അടുത്തിരിക്കുക. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും, അതേ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും, പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം കണ്ണിമയ്ക്കുന്നതിനിടയിൽ രൂപാന്തരം പ്രാപിക്കുന്ന ദിവസങ്ങൾ സമാഗതമായിരിക്കുക. ഹല്ലേലൂയ. അതിൻ്റെ എല്ലാ സൂചനകളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. ഈ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. ദൈവേഷ്ടം ചെയ്ത് വാക്തത്വം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. കുഞ്ഞെ, ഈ വചനം കേൾക്കുമ്പോൾ നീ തകർന്നു പോകരുത്. നിന്നെ പുച്ഛിച്ചോ, നിന്നെ പരിഹസിക്കോ, നിന്നെ ഒറ്റപ്പെടുത്തിയോ, നീ ചെയ്യുന്നതിന് എല്ലാം തെറ്റായിട്ട് വ്യാഖ്യാനിച്ചോ, നീ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ചെയ്യുന്നതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചോ, അതിന് വേറെ ഒരു അർത്ഥം കൊടുത്ത് ഗൂഢാലോചന ചെയ്ത് കൂട്ടം കൂടി ജോസഫിനെ സഹോദരന്മാർ പൊട്ടക്കിടച്ച് തള്ളിയിടാൻ ഭാവിച്ചതുപോലെ സഹോദരന്മാർ കൂടി ഗൂഢാലോചന നടത്തിയോ? കുഞ്ഞേ, പതറിപ്പോകരുത്. നിന്റെ വാക്തത്വത്തിൽ, നിന്റെ സ്വപ്നത്തിലേക്കുള്ള വഴിയാ. നീ വാക്തത്വം പ്രാപിച്ചവനാ. നിനക്കെതിരെ മാത്രമേ 12-1 നിനക്കെതിരെ മാത്രമേ ഗൂഢാലോചനയുള്ളൂ. കാരണം നീ മാത്രമേ വാക്തത്വത്താലുള്ള അഭിഷേകത്തിന്റെ ശക്തി പ്രാപിച്ചു. നിനക്ക് മാത്രമേ സ്വപ്നമുള്ളൂ. ദാവീദിന്റെ വീട്ടിൽ 8-1 ഒരുവന് വേണ്ടി നേരെ മാത്രമേ സഹോദരന്മാർ എതിരിട്ട് സംസാരിക്കുന്നുള്ളൂ. നീ യുദ്ധം കാണാൻ വന്നതല്ലേ, ആടിനെ വിട്ടിട്ട് പോന്നവനല്ലേ, കുറ്റം കണ്ടുപിടിച്ച് നിന്റെ മേലിൽ ചാർത്തിയിട്ട് നിന്നെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നുള്ളൂ. കാര്യം എന്താണെന്നറിയാമോ? അഭിഷേക തൈലം വീണ്ടിരിക്കുന്ന നിന്റെ മേലാ. നീ ഒറ്റപ്പെടുന്നുണ്ടോ? നീ മാറി നിൽക്കുന്നുണ്ടോ? മറ്റാർക്കുമില്ലാത്ത വേദനയുണ്ടോ? കുഞ്ഞെ, നിനക്ക് മാത്രമായിട്ട് ദൈവം ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്. നിനക്ക് മാത്രമായിട്ടൊരു ദൗത്യം ദൈവം തന്നിട്ടുണ്ട്. നിനക്ക് മാത്രം ചെയ്യുവാൻ ദൈവം നിന്നെ മാത്രം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമുണ്ട്. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. അതേ, ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ദൈവേഷ്ടം ചെയ്ത് വാക്തത്വം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഏതാ ദൈവേഷ്ടം? വിശുദ്ധിയാണ് ഒന്ന് ദൈവേഷ്ടം. പിന്നെ ഏതാ ദൈവേഷ്ടം എന്ന് പറഞ്ഞാൽ നീ നടക്കുന്ന വഴി അതേ തകർന്നു പോകാമായിരുന്ന ഇടത്ത് ദൈവത്തിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ ആരെ വിശ്വസിക്കുന്നു അവനെ രൂപതീതി ആ ദിവസം വരെ കാക്കുവാൻ ശക്തൻ. ആ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്നത്, അതാണ് ദൈവേഷ്ടം. ആ മുഖത്തേക്ക് മാത്രം നോക്കി മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ, അതേ മുമ്പിൽ വെച്ചിരിക്കുന്ന ഈ ഓട്ടം വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവെത്തുന്നതിനുമായി യേശുവിനെ മാത്രം നോക്കി, അതേ സകല ഭാരവും മുറുകപ്പറ്റുന്ന ഭാവവും വിട്ട് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ. അതാ കുഞ്ഞതിനെ കുറിച്ച് ദൈവേഷ്ടം. ആ ദൈവേഷ്ടം ചെയ്ത് വാക്തത്വം പ്രാപിപ്പാൻ സഹിഷ്ണുത ഏറെ ആവശ്യം. ഒരു പേഷ്യൻസ് ആവശ്യമുണ്ട്, ഒരു സഹനശക്തി ആവശ്യമുണ്ട്. ഇവിടെ ഒരു സഹനം ആവശ്യമുണ്ട്. കണ്ടിട്ടും കാണാതെയും കേട്ടിട്ടും കേൾക്കാതെയും ഒന്ന് സഹിക്കേണ്ട കാര്യമുണ്ട്. ഹൃദയത്തിലേക്ക് എടുത്തേ, നിന്റെ കൂടെ കർത്താവുണ്ട്. സ്വർഗീയ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ജനത്തെ വചനം കൈമാറുന്നു. ദൈവേഷ്ടം ചെയ്ത് വാക്തത്വം പ്രാപിപ്പാൻ സഹിഷ്ണുത ഏറെ ആവശ്യമുണ്ട്. അതേ അസഹിഷ്ണുത ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ജനത്തെ അനുഗ്രഹിക്കുന്നു. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിയാൽ സ്തോത്രം. സകലമാനോ മഹത്വം എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ കൂടിയിരിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവത്തിൻ്റെ വിശാലമേറിയ ചെറുകടിയിൽ അവിടെ ഇവിടങ്ങളായി മറയ്ക്കപ്പെടുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ആൻഡ് താങ്ക് യു സോ മച്ച്.